നമസ്കാരം. അപ്പൊ നമ്മള് തേർഡ് പാർട്ടിലേക്ക് കിടക്കുകയാണല്ലേ. നമ്മുടെ കഥയുടെ മൂന്നാം ഭാഗം. അപ്പൊ കഥയുടെ മൂന്നാം പാർട്ടിലോട്ട് കടക്കുവാണ്. അപ്പം എന്താ പറയാ, നമ്മള് പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പപ്പയുടെ 2007 പോയത് വെച്ചിട്ടായിരുന്നു നിർത്തിയത്. അപ്പൊ ഒരു ഒരു ഡിലേ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭാര്യക്ക് മൂഡ് അത്ര കറക്റ്റ് ആവാത്തോണ്ട് ചെറിയൊരു ഡിലേ വന്നു. ഡേ ഇൻ മൈ ലൈഫ് ഇട്ടു. പിന്നെ ബർത്ത്ഡേ വീഡിയോ എനിക്ക് പിറ്റേന്ന് ഇടാന്ന് പറഞ്ഞ് നിർത്തി. സോറി കേട്ടോ, പിറ്റേന്ന് ഇടാൻ പറ്റിയില്ല. 2-3-4 ദിവസം കഴിഞ്ഞാണ് ഇട്ടത്. എനിക്ക് പിറ്റേന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് തലയ്ക്ക് കുറച്ച് വെളി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ഇടയ്ക്ക് ചിലപ്പം നേരെ ആവില്ല എൻ്റെ തല. നമ്മുടെ മൂഡ് മാറിപ്പോവും. അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇതും ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ 2-3 ദിവസം ഇന്ന് ഷൂട്ട് ചെയ്യാം, നാളെ ഷൂട്ട് ചെയ്യാം. ഇതൊക്കെ പറയണമെങ്കിൽ നമുക്കൊന്ന് നല്ല മൂഡ് വേണമല്ലോ. ഇതൊക്കെ ഓർത്ത് റീകളക്ട് ചെയ്ത് പറയണമെങ്കിൽ രണ്ടുപേരും നല്ല മൂഡ് ഇരിക്കണം. അതുകൊട്ടെ. അപ്പൊ 2007 ഞങ്ങൾ ഒക്ടോബർ 15 അവിടെ 16 അവിടെ എത്തി. ഒക്ടോബർ 16 ഒക്ടോബർ 15 പപ്പ പോയത്. അങ്ങനെ ഞങ്ങള് 15 നൈറ്റ് തന്നെ 16 മോർണിംഗ് എത്തിയത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ അവിടെ ഇൻലോസിന്റെ ഒന്നും അങ്ങനെ വലിയ ലീവ് ഒന്നും കിട്ടുമൊന്നുമില്ല. അങ്ങനെ ഞാനൊരു 2 വീക്സ് കഷ്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെ കുറച്ച് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നു. മുരളിയേട്ട ചടങ്ങുകൾ ആ സമയത്ത് ചടങ്ങ് ഇതൊക്കെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയാ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എന്താ വല്യച്ഛന്റെ മോന് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നോണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഈ 16 വരെയുള്ള കംപ്ലീറ്റ് ചടങ്ങുകളൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ അമ്മയ്ക്കൊരു മോറൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് എന്താ പറയാ, ഞാനിങ്ങ് തിരിച്ചു പോന്നിട്ട് ചിക്കുവും നന്ദുവും കൂടെ ഒരു കുറച്ച് നാളവിടെ നിൽക്കാം. അങ്ങനെ ടൈം ഡ്യൂറേഷൻ ഒന്നും ആ സമയത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഒറ്റയ്ക്കായി പോയില്ലേ പെട്ടെന്ന്. അപ്പൊ ഞങ്ങള് കുറച്ച് നാള് ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യാം, ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ കണ്ടിന്യൂ ചെയ്യാന്ന് നിന്ന് പിന്നെ അപ്പൊ നന്ദു, ഞാൻ പറഞ്ഞു നന്ദു ബ്ലൂബെൽസിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ പ്ലേ സ്കൂളിന്റെ കണ്ടിന്യൂറ്റി പോവാതിരിക്കാനായിട്ട് അവിടെ ജവഹർ നഗറില്, ട്രിവാൻഡ്രം ജവഹർ നഗറില് ചെമ്പക എന്ന് പറയുന്ന അങ്ങനെ ചെമ്പകയ്ക്ക് കുറെ ബ്രാഞ്ച് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം ചെമ്പകയുടെ ജവഹർ നഗർ ബ്രാഞ്ചില് കൊണ്ട് KG അല്ല, പ്രീ KG പോലെ നഴ്സറി പോലെ തന്നെ അവിടുത്തെ ഒരു KG തന്നെയാണ് അവിടെ കൊണ്ട് ചേർത്തു. അപ്പൊ ഞാൻ അതൊക്കെ പറയട്ടെ, ഞാൻ കുറെ സ്കൂളിൽ അഡ്മിഷൻ നോക്കിയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ശാന്തി നികേതൻ നോക്കി. അവിടുത്തെ നല്ലൊരു ഹെഡ് മിസ്ട്രസ് മാം ആയിരുന്നു. പുള്ളിക്കാരി ഇടയ്ക്ക് TV-യിലൊക്കെ വരാറുണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞു നമ്മൾ ഈ കുട്ടികളെ ഒരു സ്കൂളിൽ, അത് കറക്റ്റാണ് ആക്ച്വലി, സ്കൂളിൽ നിന്ന് പിന്നെ നമ്മൾ മാറ്റുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. KG-ന്ന് പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നാൾ എനിക്ക് പോകാനുള്ളതാണ്. അത് കറക്റ്റാണ്. അങ്ങനെ അവിടെ നിന്ന് അതുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല ശാന്തി നികേതനിൽ. പിന്നെയാണ് ചെമ്പകയിൽ പോയി അഡ്മിഷൻ ആദ്യമായിട്ട് ചേർത്ത്. അവിടെയാണ് ചെമ്പകയിലാണ്. അവിടെ നല്ല രസമാണ്. ഞാനാണ് ഡ്രൈവ് ചെയ്ത് സ്കൂളിലൊക്കെ എന്നെ കുറെ സംഭവിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് 2 ദിവസം 3 ദിവസം റിഫ്രഷിംഗ് ക്ലാസ് ന്യൂ കേരള ഡ്രൈവിംഗ് സ്കൂളിൽ റിഫ്രഷിംഗ് കോഴ്സിന് പോയി. എന്നിട്ട് ഞാനാണ് നന്ദുവിനെ ഡ്രൈവ് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് എന്താ പറയാ, അത്ര വേഗം ഞാനത് സാധനങ്ങളൊക്കെ വേണ്ടി വരും എന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് ഇൻഷുറൻസ് എടുത്തിട്ട് ഞാൻ വരുള്ളായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എനിക്കിപ്പോഴും ഭയങ്കര അത്ഭുതം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഫുൾ ട്രാഫിക്കിന്റെ ഇടയില് എനിക്ക് തോന്നുന്നു 11 മണിക്കായിരുന്നില്ലേ ക്ലാസ്? 11 മണിക്കൊന്നും അല്ല, 9 മണിക്കായിരുന്നു. അപ്പൊ ആ രാവിലത്തെ ആ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ കരമനയൊക്കെ ക്രോസ് ചെയ്ത് എനിക്ക് ഏറ്റവും പാട് മറ്റേ വഴുതക്കാട് വിമൻസ് കോളേജിന്റെ അടുത്തുള്ള കയറ്റമാണ് ഈ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഹാഫ് ക്ലച്ചില് പിടിക്കേണ്ടി വരും. അപ്പം അതൊക്കെ ക്രോസ് ചെയ്ത് ഈ ജവഹർ നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട് കരമനയെന്ന്. എനിക്ക് ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. എനിവേ അത് ആ സമയത്ത് അവിടെ മറ്റേ ഫിലിം സ്റ്റാർ ആനിയില്ലേ, ആനിയുടെ ഏറ്റവും ഇളയ കുഞ്ഞും നന്ദുവിന്റെ സെയിം KG തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആനയും ഡെയിലി ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട് വിടുന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു നന്ദുവിന്റെ കൂടെ തന്നെ ജവഹർ നഗറിൽ. എന്നിട്ട് നന്ദുവിന് ഒരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആനയുടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന്റെ ഞാൻ കാണിക്കാം കുറച്ച്. അപ്പം ഞാൻ ഡെയിലി ആനി ഇതേപോലെ കൊണ്ടുവിടുന്നൊക്കെ കാണുമായിരുന്നു ആ സമയത്ത്.
അങ്ങനെ ഞാൻ അതിന് വലിയ ഇഷ്ടമായിരുന്നു. അവിടുന്ന് കുറെ പടങ്ങളും ഒക്കെ വരച്ചോണ്ട് അവിടുത്തെ പ്ലേ സ്കൂൾ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെന്താ, ഞാൻ തിരിച്ചു പോയിട്ട് അപ്പം ഏപ്രിലിൽ അവിടുത്തെ KG അഡ്മിഷൻസ് ഭയങ്കര തകൃതി. ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അതിൻ്റെ കഥ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാർജ ഇന്ത്യയിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത്. അപ്പം ഡിസംബർ ജനുവരിയിലായിരുന്നു അവിടുത്തെ അഡ്മിഷൻ. ആ സമയത്തൊക്കെ 2008 ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. ഡിസംബർ ജനുവരിയിലൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഷാർജ ഇന്ത്യൻ്റെ നടുക്കൊരു ഇതുണ്ട്, എന്താ പറയുക, ഒരു നാലുകെട്ട് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പേരെഴുതി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ലോട്ട് ബോക്സിനകത്തേക്ക് ഇടണം. ഒരുപാട് ഡിവിഷനുണ്ട്, എന്നാലും ഇത്രയും ഇത് ലോട്ട് ഇട്ടല്ലാതെ അവിടെ അത്ര അധികം ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. എന്നിട്ട് 8:30 രാത്രി 8:30 മണിക്കും കണ്ടായിരുന്നു തുടങ്ങിയിട്ട് 11:30-12 മണി അടുപ്പിച്ച് വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഇത്രയും 300 അല്ല, ആ സമയത്ത് നിനക്ക് ഇപ്പൊ കേൾക്കുമ്പോ അത്ഭുതമായിട്ട് തോന്നിച്ചു. ആ സമയത്ത് നന്ദു ഒക്കെ KGയിൽ ചേർത്ത സമയത്ത് KG അഡ്മിഷൻ അവിടെ ഭയങ്കര പാടാണ്. 4 മണിക്കൊക്കെ പോയി ക്യൂ നിന്ന് വേണം നമ്മൾ രജിസ്ട്രേഷൻ ഫോം തന്നെ മേടിക്കാൻ. അവറോണിലൊക്കെ ഭയങ്കര പാടാണ് ആ സമയത്ത് KG അഡ്മിഷൻ എന്ന് പറയുന്നത്. അല്ല, അവറോളില് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിവിഷൻസ് കുറവായിരുന്നു. എന്തോ പ്രശ്നം കൊണ്ട് ആ സമയത്ത് ആദ്യമേ ട്രൈ ചെയ്തില്ല. ഷാർജ ഇന്ത്യയിൽ ഒത്തിരി ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് കൊടും തണുപ്പത്ത് അവിടെ ചെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്വെറ്ററും മഫ്ലറും ഒക്കെ ഇട്ട് അവിടെ ചെന്ന് നിന്നിട്ട് അവസാനം 3.5-4 മണിക്കൂർ നിന്ന് കഴിഞ്ഞ അഡ്മിഷൻ കിട്ടിയോ? ലോട്ടില് കിട്ടിയില്ല. അപ്പൊ ഇത്ര നേരം വായം പൊളിച്ച് നിന്നത് തന്നെ മിച്ചം. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി നോക്കണമെന്നായല്ലോ. അപ്പോഴത്തേക്ക് എന്താ പറ്റിയ, അപ്പൊ നമ്മള് നന്ദു പഠിച്ചോണ്ടിരുന്ന ബ്ലൂ ബെൽസിൽ അപ്പം ഇനീഷ്യലായിട്ട് അവിടെ ഈ ഡോക്ടർ സണ്ണി മെഡിക്കലിന്റെ ആ പുള്ളിയുടെ വൈഫായിരുന്നു ബ്ലൂ ബെൽസിന്റെ ഓണർ. അപ്പം അവരുമായിട്ട് എന്തോ ചേച്ചി ഡോക്ടർ ആയതുകൊണ്ട് എന്തോ ഒരു ചെറിയ കണക്ഷൻ, എങ്ങനെയാണ് ആ കണക്ഷൻ എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മ വരുന്നില്ല. അങ്ങനെ എന്തോ ചെറിയൊരു റെക്കമെൻഡേഷൻ അവിടെ ചെയ്തായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവിടെ ബ്ലൂ ബെൽസിലെ വഴി തന്നെ അത് അപ്പത്തേക്ക്. പക്ഷെ എനിക്കൊന്ന് അത് ജസ്റ്റ് പറഞ്ഞു വെച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവരൊരു ഞങ്ങൾ 6 മാസം ട്രിവാൻഡ്രത്ത് നിന്ന് കേട്ടോ. മാർച്ച് ആയപ്പോഴത്തേക്ക് പറയട്ടെ, മാർച്ച് ആയപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് വാണം വിട്ടോലെ പറഞ്ഞോണ്ട് പോവാ. എനിക്ക് നോക്കുക, എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല പറയാൻ. മാർച്ച് ഞങ്ങളൊരു 6 മാസം ആ സമയത്ത് അവിടെ നിന്നു അമ്മയുടെ കൂടെ. 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ ഓൾമോസ്റ്റ് സ്റ്റഡിയായി. അമ്മ കടയിലൊക്കെ പോയി തുടങ്ങി. അമ്മയ്ക്ക് തന്നെ കടയൊക്കെ മാനേജ് ചെയ്ത് കുറച്ച് നാൾ കടയൊക്കെ പോയി നോക്കി. അപ്പോൾ ഇനി അമ്മയ്ക്ക് തന്നെ മാനേജ് ചെയ്യാമെന്നൊരു പരുവായപ്പോഴത്തേക്കും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ആകെ പ്രശ്നമായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഉള്ള. അല്ല, അഡ്മിഷൻ അപ്പൊ ആ സമയത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ എൻ്റെ ഒരു ലൈഫിൽ ടേണിംഗ് പോയിന്റാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയം വരെ ഞാൻ രാത്രിയിൽ എപ്പോൾ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും. അതായത് ഞങ്ങൾ ചില ഫ്രൈഡേസ് ഒക്കെ അവിടെ എഴുന്നേറ്റുകൊണ്ടിരുന്ന 10:30-ക്കും 11 മണിക്കൊക്കെ ആയിരുന്നു. ഈ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു, നോർമൽ ആസിഡീസ് ഉറങ്ങുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സമയമൊന്നും ഓർമ്മയില്ല, ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചങ്ങ് ഉണർന്നു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് AC ഫുള്ളായിട്ട് ഓടുകയാണ്. ഞാൻ ആ സമയത്ത് ഷർട്ട് ഇട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മൊത്തം ടീഷർട്ട് മുഴുവൻ നനഞ്ഞ് കുതിർന്നങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇടയ്ക്ക് കറണ്ട് പോയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഷർട്ടൊക്കെ ഊരി ഞാൻ കുറേ നേരം നോക്കി വീണ്ടും ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് ചേച്ചി വിളിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ പോയി കിടന്ന് ഒരുവിധമൊക്കെ ഉറങ്ങി. പക്ഷേ അതൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കാര്യം, അന്ന് എനിക്ക് നഷ്ടപ്പെട്ട ഒരു ഉറക്കം എന്ന് പറയുന്ന സാധനം പിന്നീട് ഇതുവരെ ശരിയായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് യോഗ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. എന്നാലും അതൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞ, ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ മേ ബി അതൊരു എന്താ പറയുന്ന ഒരു ഈ
ഞാൻ പറഞ്ഞില്ലേ പപ്പ ആളിത്തിരി ഒരു അടിച്ചുപൊളി അങ്ങനത്തെ ഒക്കെ ആളായിരുന്നതുകൊണ്ട് ചിലപ്പോൾ പുള്ളി പോയത് എനിക്കൊരു മൈൻഡിൽ, ഇന്നർ മൈൻഡിൽ, ഔട്ടർ മൈൻഡിലൊന്നും എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നർ മൈൻഡിൽ അതൊരു പ്രശ്നമായി കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലേ? വലിയ അടുപ്പമൊന്നും ഇവര് തമ്മിൽ അങ്ങനെ ടൈം ആയിട്ടില്ല. എന്നാലും ഒരു എവിടെയോ ഒരു ഇൻസെക്യൂരിറ്റി എന്തെങ്കിലും തോന്നി കാണുമായിരിക്കും, അറിയില്ല. മുരളിയേട്ടൻ അപ്പം അതിനുശേഷം ഞാൻ മുരളിയേട്ടനെ പിന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ടേ ഇല്ല കേട്ടോ. അന്നാണ് ഞാൻ ആദ്യമായിട്ടല്ല, അന്നാണ് ഡെലിവറി കഴിഞ്ഞ് പിന്നെ ആ സമയമാണ് ഒരു വലിയ ഗ്യാപ്പ്, 6 months. പിന്നെ അമ്മയോട് ആ സമയത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമായിരുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയം ചെയ്യേണ്ട. പിന്നെ മുരളിയേട്ടൻ ഇതിന് ശേഷം പിന്നെ ഞാൻ ഒരു അവധി, എന്നോട് എല്ലാവരും ചോദിക്കും നീ നാട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമല്ല, 2 ആഴ്ചത്തേക്കൊക്കെ ഞാൻ മുരളിയേട്ടൻ്റെ കൂടെ മാത്രം പോയി തിരിച്ചു വരും. ഈ പ്രശ്നം കാരണം പിന്നെ ഒരിക്കലും ഞാൻ മുരളിയേട്ടനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ നാട്ടിലോട്ട് പോയിട്ടില്ല. ഞാനും നന്ദു മുരളിയേട്ടനും ഒരുമിച്ച് പിന്നെ അവധിക്കൊക്കെ പോകാറുള്ളൂ. അങ്ങനെ തിരിച്ചപ്പോ ഇവരെന്താ ഇവരൊരു മാർച്ച് ആയപ്പോഴത്തേക്ക് എത്തി. കാരണം April 6th ഫസ്റ്റ് സ്കൂൾ ഓപ്പണിംഗ് ഡേ. അതെ, അപ്പൊ ഇവര് മാർച്ചിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആ ബ്ലൂ ബെൽസിലെ പ്രിൻസിപ്പൽ അല്ല എന്റെ ഓണർ ഒരു ലേഡി അവരെ ചെന്ന് കണ്ട് പിന്നെ അഡ്മിഷൻ ശരിയായി അഡ്മിഷൻ കിട്ടി. പക്ഷെ ആ സമയത്ത് അവരോട് അഡ്മിഷൻ കിട്ടുന്ന വലിയ എന്നിട്ട് കിട്ടിയത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്. കാരണം ഓവർ പിള്ളേർ കാരണം ഫസ്റ്റ് ബാച്ച് ഫുൾ കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ABCD Z വരെ കഴിഞ്ഞിട്ട് പിന്നെ AB AC അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് AV ആണ് നന്ദുവിന്റെ ഇതെന്ന് പറയുന്നത് KG1 AV, അതാണ് ഡിവിഷൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ. അതിലാണ് നന്ദുവിന് ഫസ്റ്റ്. അപ്പൊ നല്ല സുഖമാണ്, കൊച്ചു പിള്ളേർക്ക് വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പോകേണ്ടത്, അതൊരു കുഴപ്പമില്ല. രാവിലെ വീട്ടിൽ നിന്ന് സുഖമായി നല്ല ചൂട് നെയ് റോസ്റ്റ് ഒക്കെ കഴിച്ച് 10:30 ആകുമ്പോൾ സ്കൂൾ ബസ് വരിക, അതൊക്കെ പോയാൽ മതി. നല്ല സുഖമായിട്ടുള്ള KG ആയിരുന്നു അത്. നല്ല കാലഘട്ടമാണ് അതിന്റെ KG1 KG2 ഒക്കെ അല്ലേ. അതെ, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് കിട്ടി. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആകുമ്പോ ഈ പിള്ളേർക്ക് രാവിലെ എഴുന്നേക്കാനൊക്കെ എഴുന്നേക്കണ്ട. പിന്നെ എങ്ങനെ അപ്പൊ April 6th അപ്പൊ ഫസ്റ്റ് ഡേ പേരൻസ് തന്നെ കൊണ്ടുപോയി വിടണം. ഫസ്റ്റ് ഡേ പേരൻസ് കൊണ്ടുപോയി വിടണം. നന്ദുനി പറഞ്ഞു ഞങ്ങൾ ബ്ലൂ ബെൽസിൽ പറഞ്ഞ പോലെ നല്ല കൂളായിട്ട് അവിടെ പോയി എന്തോ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഫസ്റ്റ് ഡേ കൊണ്ടുപോയത്. സാൻഡ്വിച്ച് കൊണ്ടുപോയി തിരിച്ച് എനിക്ക് ഓഫീസിൽ എന്തോ തിരക്കായിരുന്നോണ്ട് തിരിച്ചു വന്നത് ഞങ്ങള്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു വെളിയിൽ തന്നെ. രാജേട്ടൻ വിളിക്കാൻ വന്ന് ഞങ്ങൾ രാജേട്ടൻ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു. അവിടെ വെച്ച് നന്ദുവിന് അന്ന് KG കിട്ടിയ ഫ്രണ്ടാണ് ആലിയായിരുന്നു. പിന്നെ കുറേ നാളത്തേക്ക് ഇവരുടെ ഡിവിഷൻ മാറ്റുന്നത് വരെ കുറേ നാൾ ആ ഒരു പ്രൈമറി ഡിവിഷൻ ഫുൾ 6th അങ്ങനെ അപ്പർ പ്രൈമറി ഒക്കെ വരെ ആലിയായിരുന്നു. വലിയ ഫ്രണ്ടായിരുന്നു ആലിയ. ഞാൻ ഫോട്ടോസ് ഒക്കെ കാണിക്കും ആലിയായിട്ടുള്ള. അതങ്ങനെ പിന്നെ ആലിയ ഇങ്ങോട്ട് വരും, നന്ദു അങ്ങോട്ട് പോകും, അങ്ങനെ കുറെ നാളങ്ങനെ പോവായിരുന്നു. അപ്പ ആ സമയത്ത് ഈ ജോലി KG1 പപ്പ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നന്ദുവിന്റെ സ്കൂൾ അഡ്മിഷൻ ആയി കഴിഞ്ഞ ഉടനെ ഞാൻ ജോലി അപ്ലൈ ചെയ്ത എനിക്കൊരു അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ എവിടെയെങ്കിലും അപ്ലൈ ചെയ്താൽ എനിക്ക് അപ്പൊ ജോലി കിട്ടും. ഇന്റർവ്യൂവിന് പോയാലും എന്റെ ജോലിക്ക് എങ്ങനെയെങ്കിലും ഞാൻ അതെന്താന്നറിയാം, ഇന്റർവ്യൂവില് അവര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമ്മള് ഈ റോക്കറ്റ് വിക്ഷേപണം പോലെ മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലേഡി എന്താ പറയുന്നെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ അപ്പൊ എങ്ങനെയെങ്കിലും എനിക്കറിയില്ല, കാര്യവിവരമൊന്നും ഇല്ല കാര്യമായിട്ട്. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ പണി കിട്ടുമല്ലോ, അത് മതിയല്ലോ. ഇന്റർവ്യൂവിന് പോയാൽ എനിക്ക് പണി ഉറപ്പാ. അതെനിക്ക് കോൺഫിഡൻസ് ആണ്. ഞാനതുകൊണ്ടല്ലേ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത. എന്തിനാ എനിക്കിങ്ങനെ ആളുകൾ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇപ്പൊ സ്നൈഡറാണ്. ഞാൻ ജോലി നിർത്താറായപ്പോഴേ സ്നൈഡറായിരുന്നു. ക്ലിപ്സെല്ലാം ജോയിൻ ചെയ്ത് ഷാർജ എയർപോർട്ട് ഫ്രീസ് ആണ്. 3 റൗണ്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ചുമ്മാ ഒന്നും അല്ല കിട്ടിയത്. എന്റെ MD ലാലു സാമി പുള്ളി വരെ എന്നെ ഇന്റർവ്യൂ ചെയ്ത. അങ്ങനെ അവിടെ ജോലി ചെയ്ത് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു റൗണ്ട് അബൌട്ടിന്റെ അടുത്ത് സഹാര തിയേറ്ററിന്റെ അവിടെ ആയിരുന്നു ബസ് വന്നിട്ട്. അങ്ങനെ അവരുടെ തന്നെ ബസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കയറി ഒരു 7:30 ആ സമയത്ത്. അല്ല, നന്ദുവിനെ എന്നിട്ട് ബേബി സിറ്റിംഗില് ആക്കി. 7:30 പോയിട്ട് രാത്രിയില് എന്താ പറയാ ഒരു 7:30 ആവും വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം നന്ദു നന്ദു 10:30 ഒക്കെ ആവുമ്പോഴാണ് 10:30 ആകുമ്പം പോണം. പിന്നെ 2-2:30 ആകുമ്പോ വരുമല്ലോ. എന്റെ ആണെങ്കിൽ 7 to 3 ആയിരുന്നു. അതുകൊണ്ട് എന്താ ചിക്കു പോകുമ്പം രാവിലെ ഞങ്ങൾ അങ്ങനെ ഒരു നഴ്സറി
ബേബി സിറ്റിംഗ് ബേബി സിറ്റിംഗ് ഞങ്ങളുടെ ആ ക്ലോക്ക് ടവർ റൗണ്ടിൽ തന്നെ ഒരു വേറൊരു ബിൽഡിങ്ങില് ഒരു ബേബി സിറ്റിംഗ് ആയിരുന്നു. അതൊരു വീട് ബേബി സിറ്റിംഗ് നമുക്ക് വീട്ടിൽ നോക്കാനല്ല. ഗായത്രി ധന്യ രണ്ടുപേരാണത്. അവർ രണ്ടുപേരും ആയിരുന്നു ആ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ അവര് ഒരു 5-6 പിള്ളേരുമായിട്ടുള്ള 5-6 പിള്ളേരുള്ള ഒരു ബേബി സിറ്റിംഗ് സെറ്റപ്പ്. അപ്പൊ അവരുടെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഉച്ചക്കത്തെ സ്നാക്സും പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ വെച്ചിട്ട് അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് അവരുടെ കൊടുത്തേക്കും. സ്കൂളിലുള്ള ടിഫിൻ ബോക്സ് ഒക്കെ വന്നിട്ട് സ്കൂളിലെ ബാഗ് വെച്ചേക്കും. തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർ ചോറൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേക്കും. ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇരുത്തിയേക്കും. മുരളിയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുരളിയുടെ 3 മണിയാകുമ്പോഴേക്കും വിളിച്ചോണ്ട് വരും. അങ്ങനെയായിരുന്നു പരിപാടി. പക്ഷെ അവിടെ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണ അപ്പോഴേ ആൾക്കാരുടെ അടുത്ത് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും അപ്പോഴും തിരിച്ചു വരാൻ ഭയങ്കര ഒരു പിള്ളേരെ കാണുന്നത് ഭയങ്കര ഇഷ്ടം. അവിടെ നിന്ന് കളിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ മുരളിയുടെ തിരിച്ചു വരുമ്പോൾ തിരിച്ച് വന്ന് ഞാൻ എന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് വന്നു കഴിയുമ്പോ സ്ഥിരം എല്ലാ ദിവസവും ബൈ ഡിഫോൾട്ട് ഞാൻ സോസേജ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ സോസേജ് ഇങ്ങനെ എനിക്കിപ്പോഴും അതെല്ലാം ഓർമ്മയുണ്ട്. സോസേജ് പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അപ്പൊ അതിങ്ങനെ എത്രണ്ണം വേണോന്ന് ചോദിക്കുമ്പോൾ നന്ദു ആണ് അത് പറയുന്നത്, എത്രണ്ണം വേണോന്നുള്ളത്. അങ്ങനെ ഞാനത് ഫുള്ളിരുന്ന് സോസേജ് മുഴുവൻ ഇരുന്ന് ഫ്രൈ ചെയ്ത് അത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ആ ഹോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നന്ദു അത് മൊത്തം ഇങ്ങനെ കഴിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയൊരു ഹൈ ചെയറല്ല, ചെറിയൊരു ഈ ടേബിളും ചെയറും കൂടെ ഉള്ള ആ സാധനം അതിലാ വെച്ച് കഴിച്ചോണ്ടിരുന്ന. അതെ. അല്ല ഇതൊക്കെ നന്ദുവിന് ഭയങ്കര ഓർമ്മയാണ്. നന്ദു എന്നിട്ട് ഇപ്പോഴും പറയുമായിരുന്നു എന്നുവെച്ചാൽ അച്ഛൻ സോസേജ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നന്ദുവിന് ഈ ചെറുതിലെ കാര്യങ്ങൾ ഭയങ്കര ഓർമ്മയാണ്. ഈ സോസേജ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഇപ്പോഴും നന്ദു ഈ സോസേജ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചീത്ത സാധനമായിരുന്നു. അപ്പം നിങ്ങൾ എന്തിനാ എനിക്ക് ചെറുതിലെ ഈ ചീത്ത സാധനങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തിരി തന്നില്ല, അതെന്തിനാ തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സോസേജ് എപ്പോഴും വേണമെന്ന് പറയും. അതൊക്കെ അച്ഛനുണ്ട്. ഈ പാത്രമൊക്കെ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അതൊരു സ്പെഷ്യൽ പാത്രമാണ്. ഒരു ഈ സൈഡിൽ വെട്ടമുള്ള ഒരു സ്റ്റീൽ പാത്രം. അത് ഇവിടെ എപ്പോഴും ഉണ്ട്. സോസേജ് പാത്രമാണത്. അതെ, ആ പാത്രത്തിൽ ഒരു ചെറിയൊരു ഫോർക്കും ഇട്ടിട്ട് മൊത്തം കഴിക്കുമായിരുന്നു. അങ്ങനെ. പക്ഷെ ഈ പ്ലേ സ്കൂളിൽ പോകുന്നതിന്റെ ആണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും നല്ല രീതിയിൽ പനി കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആ സമയത്ത് ഇങ്ങനെ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകുമ്പോ ഈ പിള്ളേരുടെ എന്തെങ്കിലും കഴിക്കും. ചിലപ്പോ പ്ലേ സ്കൂളിലൊക്കെ നമുക്ക് ഈ വീട്ടിലുള്ള മാതിരി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും കുട്ടിക്ക് ഒരു ബേബി സിറ്റിങ്ങിലൊക്കെ പനി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കുമായിരുന്നു. നന്ദുവിന് അസുഖം പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമായിരുന്നു. ആ സമയത്ത് കുറച്ച് റെസിസ്റ്റൻസ്. വേറെ ഫുഡൊന്നും ഒത്തിരി കഴിക്കില്ലായിരുന്നു ആ സമയത്തൊന്നും. അങ്ങനെ പിന്നെ 2008 തന്നെ അച്ഛനും അമ്മയും വന്നു. ആ KG 1 ആയിരുന്നപ്പോ തന്നെ വിസിറ്റിനിടയ്ക്ക് വന്നായിരുന്നു. വിസിറ്റിന് വന്നപ്പോ അവര് ഇങ്ങനെ മാറി മാറി ഞങ്ങളുടെ അവിടെ. ആ സമയത്തല്ല, മീനാക്ഷി ആ സമയത്തല്ലായിരുന്നോ 10th അതെ, മീനാക്ഷിയുടെ 10th സമയത്തായിരുന്നു തോന്നുന്നു. മീനാക്ഷിയുടെ 10th പരീക്ഷയ്ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, എന്നുവെച്ചാൽ നന്ദുവിന്റെ 8 മാസമുള്ളപ്പോൾ മീനാക്ഷി 7th. അതെ, മീനാക്ഷിയുടെ 10th ക്ലാസ് പരീക്ഷയ്ക്ക് കൂടെയായിരുന്നു വന്നത്. എന്നുവെച്ചാൽ അവിടെ ചേച്ചി ജോലിക്ക് പോവല്ലേ. അപ്പൊ എനിക്കൊന്ന് മീനാക്ഷിക്ക് ഒരു കൂട്ടിനും കൂടെ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വന്നത്. അങ്ങനെ ഇടയ്ക്ക് ഇവിടെ ജോലിക്ക് പോകുന്നതാണ്. ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു സമയത്താന്ന് തോന്നുന്നു ഒരു ക്ലാസ് ഫോട്ടോ എടുക്കാൻ. അതെ, ക്ലാസ് ഫോട്ടോയുടെ ദിവസം. അപ്പം അച്ഛനും അമ്മയും പോകുന്ന ദിവസം ബേബി സിറ്റിംഗിൽ ഇവിടെ വീട്ടിലുള്ളപ്പോൾ ബേബി സിറ്റിംഗ് കൊണ്ടാക്കണ്ടല്ലോ. അപ്പം ഇവിടെ നിൽക്കുമ്പം ഞാൻ അങ്ങ് രാവിലെ ജോലിക്ക് പോയി. അപ്പം അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസമാണ്. അപ്പൊ അമ്മയുടെ ഞാൻ പറഞ്ഞിരുന്നു മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം, ക്ലാസ് ഫോട്ടോയ്ക്ക് പോകുന്ന മുടിയൊക്കെ കെട്ടിക്കൊടുക്കണമെന്ന്. അമ്മ മുടി ഒരു സൈഡ് കെട്ടി മറ്റേ സൈഡ് ഇങ്ങനെ താന്നുപോയി. അതെന്തിനാ ക്ലാസ് ഫോട്ടോയിൽ നന്ദുവിന്റെ മുടി ഇങ്ങനെ കുറച്ച് ഞാൻ ഫോട്ടോ കാണിക്കാം കുറച്ചിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. അത് നന്ദു ഇപ്പോഴും എന്നിട്ട് അമ്മയെ പറഞ്ഞു കളി. അമ്മൂമ്മ എന്നെ മുടി ഇങ്ങനെ ക്ണേന്ന് കെട്ടി വെച്ച് എന്റെ ക്ലാസ് ഫോട്ടോയിൽ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പിന്നെ അങ്ങനെ പോയി 1-2 ഹോസ്പിറ്റലിൽ പിന്നെ അഡ്മിഷൻ. ഞാൻ പറഞ്ഞു അഡ്മിഷനാണ്. അതിന്റെ ഇടയ്ക്ക് അഡ്മിഷൻ ആയിരുന്നു. പനി വന്ന് നല്ല വിറയിലൊക്കെ വരും. പനി വരുമ്പോ നന്ദൂരം 102 റേഞ്ചിലൊക്കെ ഭയങ്കര പൊള്ളുന്ന ടെമ്പറേച്ചർ വരും.
സ്പഞ്ചൊക്കെ ചെയ്താൽ ചെയ്യും, തുണി വെക്കുക, മാറി വെക്കുക. ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് രാത്രിയിലൊക്കെ ഇത് ചെയ്തുകൊണ്ട് നമുക്കങ്ങ് ഭയങ്കര രാത്രിയിൽ ഉറക്കമില്ല, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും പനി അങ്ങ് താഴത്തില്ല. നമ്മൾ ഈ മറ്റേ സപ്പോസിറ്ററിയൊക്കെ കയറ്റുന്നത്, മറ്റേ വോൾട്ടായറും സപ്പോസിറ്ററിയൊക്കെ ചന്തി കൂടെ ഒക്കെ കയറ്റിയാണ്. എന്നാലും അതിന്റെ എഫക്റ്റ് പോകുമ്പോഴത്തേക്കും വീണ്ടും പനി കൂടും. അങ്ങനെയായിരുന്നു. ചില മരുന്നിലൊന്നും നിൽക്കത്തില്ല, കാൽപോൾ മരുന്നിലൊന്നും നിൽക്കത്തില്ലായിരുന്നു. ഓർക്കുന്നില്ല സപ്പോസിറ്ററി ഇടിച്ച് കയറ്റുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ സപ്പോസിറ്ററി ഇടിച്ച് കയറ്റും, പിന്നെ നമ്മൾ ഇടിച്ച് കയറ്റും. അതെ, ഞങ്ങളുടെ ഫ്രിഡ്ജിൽ സ്ഥിരം സപ്പോസിറ്ററി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വോൾട്ടയറിന് അല്ലെങ്കിൽ അഡോളും അല്ല, വോൾട്ടയറിനായിരുന്നു സപ്പോസിറ്ററി. പക്ഷെ നന്ദുവിന് അഡോളിൽ അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് അല്ല. വോൾട്ടയറിൽ വെക്കുമ്പോ അപ്പം കുറയാറുണ്ടായിരുന്നു. അങ്ങനെ പനി കാരണം പിന്നെ അല്ലല്ല, ജോലി നിർത്തുന്നതിനൊക്കെ മുന്നേ അല്ലേ വണ്ടി മേടിച്ചത്. അതെ, 2008 ഞങ്ങള് പുതിയൊരു ഹൈണ്ടായി ആക്സെന്റ്, അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാൻഡ് ന്യൂ വണ്ടി. ഒരു ഗ്രീൻ, എന്തോ ഒരു ഗ്രീൻ ആയിരുന്നു, നല്ലൊരു പച്ച കളർ. അന്നത്തെ ഒരു വണ്ടി കുറെ തപ്പി. വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഫ്രൈഡേ മാത്രമേ, കാരണം സാറ്റർഡേ ഇവർക്ക് വർക്കിംഗ് ആയിരുന്നോണ്ട് ഫ്രൈഡേ മാത്രമേ ഹോളിഡേ ഉള്ളൂ. അങ്ങനെ ഫ്രൈഡേ ഞങ്ങള് ദുബായിൽ പോയി വണ്ടിയൊക്കെ സ്ഥിരമായിട്ട് നോക്കുമായിരുന്നു. ഞങ്ങള് മിറ്റ്സുബിഷിയിൽ പോയി, ഹൈണ്ടായിൽ പോയി, നിസാനിലും പോയി, 3 സ്ഥലത്ത് പോയി. അവസാനം ആക്സെന്റിൽ ഫിക്സ് ചെയ്ത. അങ്ങനെ അതുവരെ ഞങ്ങൾക്ക് പഴയ വണ്ടിയല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഭയങ്കര വലിയ കോസ്റ്റ്ലി വണ്ടിയൊന്നും മേടിക്കാനുള്ള ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഇത് മേടിച്ചത് ഞങ്ങള് ആക്സെന്റ് അങ്ങനെ മേടിച്ച് ഞങ്ങള് എന്താണ് ഒരു 3 year ലോണിലാണ് മേടിച്ചത്. ലോണൊക്കെ എടുത്ത് വണ്ടിയൊക്കെ മേടിച്ച് അതിന്റെ ഒരു ഇതിൽ ഇങ്ങനെ പോയി. അവസാനം എന്ത് പറ്റി? അല്ല, എന്നിട്ട് ഞാൻ ഒരു നന്ദു KG2 തുടങ്ങായപ്പം ഞാൻ ജോലി അവസാനം മതിയൊക്കെ. എനിക്കത് ഭയങ്കര ഒരു ഞാൻ സ്ഥിരം വണ്ടി പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുരളിയണ്ണി ലീവ് എടുക്കണം. എനിക്ക് നന്ദുനി പനിയായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ആകെ ഒരു മെന്റൽ സ്ട്രെയിൻ വരികയാണ്. എനിക്ക് ഞാൻ ഒരു നോക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ കുട്ടികളെ ബേബി സിറ്റിങ് കൊണ്ടുവിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോയി അവിടെയും പറ്റുന്നില്ല. അതെനിക്കൊരു ഭയങ്കര ഒരു മെന്റൽ സ്ട്രെയിൻ ആയി മാറി. വല്ലാത്തൊരു അതിന്റെ അല്ല, അതായത് ഈ അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അതിന്റെ കൂടെ ഈ രാവിലെ 7:30 മണിക്ക് 7:30ക്ക് പോയിട്ട് ഒരു എന്താ പറയാ, ഒരു രാത്രി 7:30, ചില ദിവസമൊക്കെ ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി പിക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഫ്രീ സോണിന്റെ അകത്ത് പോയിട്ട്. രാത്രി 7:30, 8 മണി. അങ്ങനെ സ്പോണ്ടിലൈറ്റിസ് ആയി, പിന്നെ നടുവേദനയായി, ആകെ പ്രശ്നമായി. ഇതൊന്നും കൂടാഞ്ഞിട്ട് നന്ദുവിന്റെ പനി. അപ്പൊ നമ്മള് പൈസ മാത്രം നോക്കിയിട്ട് നമ്മുടെ ജീവിതം വേറെ വഴിക്ക്. നന്ദുവിനെ ഞാൻ കാണുന്നത് തന്നെ രാത്രി കുറച്ചു നേരം. നന്ദുവിന്റെ ആ ചൈൽഡ്ഹുഡും പോകുന്നു, എല്ലാം പോകുന്നു. അവിടെ ഭയങ്കര സംഭവമായിരുന്നു സ്വയം പറയുന്നുണ്ട്, എനിക്കറിയില്ല. അല്ല, ഞാൻ നന്നായിട്ട് അവിടെ പണി എടുത്തോണ്ടിരുന്ന ആളാ. ഞാൻ പോയത് അവർക്ക് ഭയങ്കര നഷ്ടം തന്നെയായിരുന്നു. നല്ല ഒരു ഇത് തന്നെയാണ് പറയുന്നത്. എന്തോ എന്റെ CEO ലാലു സാമുവല് പോണോ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ എന്റെ അടുത്ത് പറയുന്നു, എനിക്കറിയില്ല. കുശുമ്പ് പിന്നെ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ല, പിള്ളേരുടെ ചൈൽഡ്ഹുഡ് നമ്മൾ അമ്മമാര് തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ആ ഒരു തിയറിയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ പോയി രാത്രി വന്ന് എനിക്ക് അപ്പോഴത്തേക്ക് ടയേർഡ് ആവുകയാണ്. നമുക്ക് എനർജി വേണ്ടേ, വീട്ടിലെ ജോലികൾ ചെയ്യണം, കുക്കിംഗ് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ എവിടെയാ ടൈം ചെയ്യണം തന്നെയാണ്, ഫുഡ് ഉണ്ടാക്കണം. ശരി, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ എല്ലാത്തിനും കൂടെ എവിടുന്ന് ടൈം. അതുകൊണ്ട് പണി നിർത്തിയിട്ട് പിന്നെ അല്ല KG അതും അല്ല, സ്കൂളിലെ ഒരു പരിപാടിക്ക് എനിക്ക് പോകാനും പറ്റുന്നില്ല. അവിടുത്തെ സ്പോർട്സ് അത് ഇതൊന്നും. ക്ലിപ്സില് പിന്നെ നിഷ പ്രേമ അവിടെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിറഞ്ഞു ഒടിഞ്ഞ് താഴെ പോകും. എട്ടിസലാറ്റി പോലെ ചോറികുത്തലല്ലായിരുന്നു ഞാൻ അവിടെ. എട്ടിസലാറ്റിലായിരുന്നു പുള്ളിയുടെ എപ്പോഴും ഫോൺ ചെയ്യാൻ ഒക്കെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എട്ടിസലാത്തില് എനിക്കൊരു ആദ്യത്തെ ഒരു 10-12 വർഷം ജോലി ഇല്ല എന്നൊന്നും പറയുന്നില്ല, ബട്ട് ഒരു എന്താ പറയുന്ന ഒരു കൂൾ ജോബ് എന്നൊക്കെ പറയാം. അതായത് 5-6 വർഷം ഇവിടെ പണി എടുത്തിട്ടുള്ളൂ അവിടെ. അതായത് ഞാനൊക്കെ കമ്പനി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളില്ലെങ്കിൽ ആ കമ്പനി ഇടിഞ്ഞ് താഴെ വീഴുന്നുള്ള ഒരിക്കലും ഞാൻ ആത്മാർത്ഥതയൊന്നുമല്ല. ആത്മാർത്ഥതയുണ്ട് നമ്മുടെ ജോലിയിൽ, പക്ഷെ നമ്മളില്ലെങ്കിൽ കമ്പനി ഇടിഞ്ഞ് താഴെ പോകുന്നുള്ള തിയറിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ചെയ്യുന്നതിനെല്ലാം ആത്മാർത്ഥത വേണം. അതുകൊണ്ട് പക്ഷി വരെ ചിലക്കുന്നത് കേട്ടിട്ട്
അങ്ങനെ 2009-ലല്ലേ പിന്നെ ഡാൻസിന് ചേർത്തേ. നന്ദുവിനെ KG2 ആയപ്പോ കൊണ്ട് ഇപ്പൊ ഞാൻ പണിയൊക്കെ നിർത്തി, ഞാൻ ഫ്രീ ആയി സ്വസ്ഥമായി, എനിക്ക് നന്ദുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ സമയമുണ്ട്. KG2 ആയപ്പോ എവിടെ കലാക്ഷേത്ര സഹദേവൻ മാസ്റ്ററുടെ ഷീല ടീച്ചർ, അത് കലാക്ഷേത്ര ചെന്നൈയിലാണ് അതിന്റെ മെയിൻ ഇത്. അതിന്റെ ഒരു അവിടെ നിന്നാണ് അവർ രണ്ടുപേരും, അവിടുത്തെ സാറ് ടീച്ചറാണ്. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് സാറും ടീച്ചറും വളരെ സീനിയർ അതായത് ഒത്തിരി ടീച്ചർ, നല്ല എക്സ്പീരിയൻസ്, നല്ല ചിട്ടയോടെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കലാക്ഷേത്ര. അങ്ങനെ അത് കഴിഞ്ഞ് ഈ മെട്രോ തുടങ്ങിയതാക്കുമല്ലോ അല്ലേ, 9/9/2009 മെട്രോ. 9/9/2009 ദുബായ് മെട്രോ ഫംഗ്ഷനിലായത്. ഞങ്ങൾ ആദ്യമൊന്നും പോയെന്ന് 2009 നമ്മള് ഇവിടെ പോയി, മലേഷ്യ സിംഗപ്പൂരിൽ പോയി. മലേഷ്യ സിംഗപ്പൂർ ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ഓവർസീസ് ട്രിപ്പ്. പോയത് എപ്പോഴാ? H1N1 അതല്ല, നമ്മൾ പോവാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാണ്. അതെ, ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാണ്. H1N1 മൂർധന്യാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തില്ല. നമ്മള് പോയി ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നില്ലേ. ഈ സാനിറ്റൈസർ ഞാൻ ആദ്യമായി ലോകത്ത്, നിങ്ങളൊക്കെ ഇപ്പോഴല്ലേ യൂസ് ചെയ്ത് തുടങ്ങി, ഞാൻ 2009 തൊട്ട് ഈ മനുഷ്യരോടെല്ലാം സാനിറ്റൈസർ യൂസ് ചെയ്യൂ എന്ന് പറയാൻ തുടങ്ങിയത് 2009 തൊട്ടാണ്. നന്ദുവിനോടും മുരളീനോടും എല്ലാം സാനിറ്റൈസർ അപ്പം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും സാനിറ്റൈസർ വലിയ കാര്യമായി. അപ്പൊ ഞാൻ മുരളിയുടെ സാനിറ്റൈസർ എനിക്ക് സാനിറ്റൈസർ ഒന്നും വേണ്ട എന്ന് പൂജിച്ചോണ്ടിരുന്ന ആളാണ്. ഇപ്പോഴോ എന്തായി? ഞാൻ പുച്ഛിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനല്ല, നമ്മള് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോയി, മലേഷ്യ സിംഗപ്പൂർ ഓവർസീസ് ട്രിപ്പ്. ഞങ്ങള് മാസ്ക് ഒക്കെ അന്നാണ് ആദ്യമായിട്ട് മാസ്ക് ഇടുന്നത്. മാസ്ക് ഇട്ട് സാനിറ്റൈസർ ഒക്കെ ഇട്ട് ഞങ്ങള് ജെറ്റ് എയർവേസിൽ ഇവിടുന്ന് ദുബായ് ചെന്നൈ കോലാലംപൂർ. ആ കോലാലംപൂരിൽ എൻ്റെ ഫ്രണ്ട് മനോജ് ഫാമിലിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, അവരെ വീട് എടുത്തല്ല, അവരുടെ ഒരു ഫ്രണ്ടിന്റെ, പുള്ളി ആക്ച്വലി മലേഷ്യ സിംഗപ്പൂർ ബോർഡറിലായിരുന്നു താമസം. അപ്പോൾ പുള്ളി അതിനു വേണ്ടിയിട്ട് മലേഷ്യ കോലാലംപൂർ വന്നിട്ട് ഒരു വീട് ആ ഫ്രണ്ടിന്റെ അടുത്ത് ഞങ്ങളെ അവിടെ കുറെയൊക്കെ കറക്കിയൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് തന്നെ ഇറങ്ങി. അല്ല, മലേഷ്യ ഫുള്ള് മനോജിന്റെ ജേഴ്സിയുടെ കൂടെ തന്നെ ഓൾമോസ്റ്റ് പോയി. സിംഗപ്പൂർ മാത്രം ഞങ്ങൾ അല്ല, ഞങ്ങള് 1-2 ദിവസം മറ്റേ അവിടെ ഹോപ്പ് ഓഫ് എന്ന് പറയുന്ന ബസ് സർവീസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അകത്ത് കയറിയ 1-2 ദിവസം പോയത്. ബാക്കിയൊക്കെ അവരുടെ കൂടെ തന്നെ. ബാക്കി എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് മനോജിന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി. സിംഗപ്പൂര് അവിടുത്തെ മറ്റേ സ്റ്റേഷൻ വെച്ചിട്ട് എന്റെ പാസ്പോർട്ട് കളഞ്ഞ് ഇല്ലല്ല, അത് ചുമ്മാ അങ്ങ് എല്ലാ സാധനങ്ങളും വെച്ച് ഒരാൾ നടന്നു പോവാണ്. എന്നിട്ട് വഴിയിൽ എന്റെ പാസ്പോർട്ട് കളഞ്ഞിട്ട് ഒന്നും അറിഞ്ഞൂടാ നടന്നു പോവാ. അവസാനം തിരിച്ചു വരാൻ പാസ്പോർട്ട് പറഞ്ഞെടുത്തത്. തിരിച്ചു വരാൻ നേരം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ തിരിച്ച് അവിടെ ഈ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക്, അല്ല സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക്, അതായത് സിംഗപ്പൂരിൽ കുറെ നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പം മലേഷ്യയിൽ നിന്ന് കുറെ ആൾക്കാർ പിള്ളേര് ഡെയിലി പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് സിംഗപ്പൂർ ആ ബോർഡറിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ ദൂരം നമ്മൾ നടക്കണം. ഇതൊന്നും നമുക്ക് അവിടെ തിരിച്ചു വരുമ്പോൾ ഈ ബസ്സിൽ കയറി വരുമ്പോൾ അറിയില്ലായിരുന്നു. കുറേ നേരം നടന്ന് ഈ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞങ്ങ് നടക്കണം. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് എവിടെയോ ആ 2-3 സ്ഥലത്ത് ഈ പാസ്പോർട്ട് പുറത്തെടുക്കണം. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് അവിടെ എങ്ങാണ് കളഞ്ഞു പോയത്. അവിടെ ഞാനും നന്ദു അമ്മയുടെ പാസ്പോർട്ട് ഒരു ബോധമില്ല. അങ്ങ് കളഞ്ഞിട്ട് അങ്ങ് ചുമ്മാ അറിയുന്ന പോലും ഇല്ല പോയതായിട്ട്. അങ്ങ് നടന്നു പോവാ. ഇഷ്ടംപോലെ മനുഷ്യർ നടക്കുന്ന സ്ഥലം അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്നിട്ട് ഞങ്ങള് സിംഗപ്പൂരിൽ നിന്ന് വീണ്ടും തിരിച്ച് മലേഷ്യയിൽ വന്ന്, മലേഷ്യയിൽ നിന്നാണ് പിന്നെ മനോജ് രാത്രി ഞങ്ങളെ കൊണ്ടുവിട്ട് കോലാലംപൂരിൽ നിന്നല്ലേ വന്നു. കോലാലംപൂരിൽ നിന്ന് തന്നെ തിരിച്ച് ഞങ്ങള് ദുബായിക്ക് തന്നെ പോയി അല്ലേ. അങ്ങനെ 2009 തന്നെ ആയിരുന്നു നന്ദു എന്താ പറയാ
മലേഷ്യയിലെത്തിയപ്പോ മലേഷ്യയിലെത്തി നന്ദു കൊറേ ആദ്യത്തെ 3-4 ദിവസം ഭയങ്കര ഛർദിലായിരുന്നു, ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു. 4 ദിവസം ആദ്യത്തെ ഒരു അല്ല, നമ്മൾ ഇഡലിയൊക്കെ എന്നിട്ട് ഛർദിൽ എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയില് ദുബായിട്ട് 4.5 hours മുമ്പിലാണ്. അപ്പൊ ആ ജെറ്റ് ലാഗ് വന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് ഡേ മറ്റേ പെട്രോണാസ് ടവർ ഉണ്ട് മലേഷ്യയിൽ, അവിടെയൊക്കെ പോയത് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ എന്താ പറയാ നമ്മള് നനഞ്ഞ കോഴി, വെള്ളത്തിലിട്ട കോഴിയെ പോലെ ഇങ്ങനെ തൂങ്ങി, ഇങ്ങനെ ഒന്ന് തട്ടിയാ താഴെ കിടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി തൂങ്ങി. പിന്നെ ഒരു ദിവസം ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശരിയായത്. അന്ന് മാത്രം ഛർദിക്കുകയൊക്കെ ചെയ്തു. അതങ്ങനെ പിന്നെ ഞങ്ങള് തിരിച്ചു വന്ന് ആ സമയത്ത് ഈ നന്നായിട്ട് നോക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നന്ദു ഉരുണ്ട് താഴെ വീണോന്ന്. ഞാനും നന്ദുവും കൂടെ വൈകുന്നേരം ഇപ്പൊ ഞങ്ങള് ചുമ്മാ ഇരിക്കുകയല്ലേ, അപ്പൊ ഞാനും നന്ദുവും കൂടെ വൈകുന്നേരം ഞങ്ങള് താമസിക്കാൻ ക്ലോക്ക് ടവർ റൗണ്ട് അബൌട്ടിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പൊ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാല് അവിടെ ഒരു എന്താണ് ക്ലോക്ക് ടവർ റൗണ്ട് ഷാർജ അറിയാവുന്നവർക്ക് ക്ലോക്ക് ടവർ റൗണ്ട് അബൌട്ടാണ്. അപ്പൊ ഞാനും നന്ദുവും കൂടെ ഞങ്ങൾ അങ്ങനെ കൈ പിടിച്ച് നടക്കുവാണ്. നടന്നോണ്ടിരുന്നപ്പോ എന്റെ കൈ പിടിച്ചിട്ടുണ്ട് നന്ദു. പക്ഷെ അവിടെ ഓരോ അറിയാവുന്നവർക്കറിയാം, ഓരോ ലൈറ്റിന്റെ തൂണിന്റെ ബാക്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ട പോലൊരു സാധനമുണ്ട്. ഫൗണ്ടേഷൻ. അപ്പം നന്ദു നടക്കുമ്പോ നന്ദുന്റെ കാല് അതില് തട്ടി വീണപ്പോഴത്തേക്ക് നെറ്റി ഇടിച്ചു. അപ്പൊ ഞാൻ വേഗം നന്ദുവിനെ എടുത്തോണ്ട് വീട്ടിലേക്ക് ഓടി കഴിഞ്ഞ് ഞങ്ങള് 3 പേരും കൂടെ സുലേഖയിലോട്ട് ഓടി. ബാക്കി പറഞ്ഞോളൂ. അല്ല അങ്ങനെയല്ല പോയി, ഞാൻ ഓഫീസിലായിരുന്നു, മുരളിയുടെ വീട്ടിലായിരുന്നു, സന്ധ്യക്കായിരുന്നു ഞാൻ ഇട്ടിരുന്ന. എനിക്ക് ഡ്രസ്സ് വരെ ഓർമ്മയുണ്ട്. സ്പീഡിൽ എന്നിട്ട് ഞങ്ങള് തൂക്കിയെടുത്ത് അവിടുന്ന് പിന്നെ ഒരു 2 മിനിറ്റ് പോലും ഇല്ല, സുരേഖ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോ നെറ്റി സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ പച്ച തുണി അത് മാത്രം പറഞ്ഞു. ബ്ലഡ് കണ്ട ഉടനെ എന്ത് സംഭവിച്ചു? അല്ല, ബ്ലഡ് കണ്ട ഉടനെ അല്ല, അവര് ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് അത് മാത്രം ഓപ്പൺ ആക്കി ഇങ്ങനെ തിയേറ്റർ പോലെ എന്ത് സംഭവിച്ചു? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അടുത്ത ആള് ഭും എന്ന് പറഞ്ഞ അവിടെ താഴെ വീണു. എന്ത് പറ്റി? ബോധം കെട്ടുപോയി. എന്തിനാ? ബ്ലഡ് കണ്ടിട്ട്. ബ്ലഡ് കണ്ടിട്ടല്ല, സർജറി ചെയ്തതുപോലെ ഇങ്ങനെ പച്ചയില് കവർ ചെയ്ത്. സർജറി ഒരു സ്റ്റിച്ച് അല്ല, അതിങ്ങനെ ഫുള്ള് പച്ചയില് കവർ ചെയ്ത് മാത്രം ഇങ്ങനെ ഓപ്പൺ ആക്കി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ വന്നു. നന്ദുവിനെയൊക്കെ അങ്ങനെ കിടത്തിയേക്കുന്ന കണ്ടപ്പോ, ഒരു കൊച്ചു കുഞ്ഞിനെ അങ്ങനെ കിടത്തിയേക്കുന്ന കണ്ടപ്പോ വല്ലാതെ വന്നു. അപ്പൊ ഞാൻ തല ഇറങ്ങി വീണു. പിന്നെ അവരെന്ത് ചെയ്തു? അപ്പൊ എന്നെ എടുത്ത് അപ്പുറത്തെ കട്ടിലോട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പുറത്തെ കട്ടിലോട്ട് ഡോക്ടറെ എടുത്തിട്ടിട്ട് അവര് ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു ബോധം വന്നപ്പോ. അവര് ഇത് നമ്മള് ഒരാളിനെ സ്റ്റിച്ചിനെ കൊണ്ട് അടുത്ത ആളോടെ ബോധം കെട്ട് വീണ് കഴിഞ്ഞാ പിന്നെ അവരെന്ത് ചെയ്യാൻ? അവര് പേടിച്ചുപോയി. അങ്ങനെ അത് ഒരു സംഭവം 2009 സംഭവം. കണ്ണിലെ സ്റ്റിച്ച് കഴിഞ്ഞു, ഇവിടുത്തെ സ്റ്റിച്ച് കഴിഞ്ഞു, ഇനി ഇവിടുത്തെ സ്റ്റിച്ച് തന്നിട്ട് 3ാമത്തെ സ്റ്റിച്ചാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മുരളിയുടെ കലാക്ഷേത്രയുടെ പറഞ്ഞല്ലോ ചേർത്ത കാര്യം. ഇല്ല, ചേർത്ത് കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് സ്റ്റേജ് 2010 ഇത് അമ്പിളി അമ്മാവനല്ലേ പാട്ട്? അമ്പിളി അമ്മ പച്ച ഡ്രസ്സിൽ. ഇവരൊക്കെ എങ്ങനെ തീരെ KG2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന്റെ ആ ബാച്ചില് ഒരു 5-6 പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും ആ സെയിം ഏജ് ഗ്രൂപ്പ് +-1 ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ പിള്ളേരും. നന്ദു 1ാം ക്ലാസ്സില് അങ്ങനെ 2-3 പേര് സെയിം 1ാം ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിന്റെ +- 1 വയസ്സ് കുറവ് കൂടുതലുള്ള 1-2 പിള്ളേര്, അങ്ങനെ ഇവരെല്ലാരും കൂടെ അമ്പിളി അമ്മാവന്റെ ഒരു പാട്ട്, ഒരു ഫോക്ക് ഡാൻസ് കളിച്ചു. ആ ഫോട്ടോ പച്ച ഉടുപ്പൊക്കെ ഇട്ട്, പച്ച ഫ്രോക്കൊക്കെ ഇട്ട്. ഇവരെ 2010 മെയ്യിലായിരുന്നു ആ സമയത്ത് ഇവരുടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവരെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി ആ പാട്ടൊക്കെ കാണിച്ചു. അല്ല, പാട്ടല്ല, ഡാൻസ് കളിച്ചു. അവിടുത്തെ ആനുവൽ ഡേക്ക് അത് ക്ലാസിക്കൽ ഒന്നും അല്ല, ഒരു ഫോക്ക് ഡാൻസ്. പാട്ട് ഞാൻ മറന്നുപോയി. അമ്പിളി അമ്മാവന്റെ ഒരു ഫോക്ക് ഡാൻസ്, പച്ച ഫ്രോക്കൊക്കെ ഇട്ട്. അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് എന്താ പറ്റിയേ? അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആണെന്ത് സംഭവിച്ചു? എനിക്ക് ഞാൻ പറഞ്ഞില്ല 2007 ഒരു ഇമ്പാക്ട്
എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു നെർവസ്നെസ് ആ സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ടെൻഷൻ വരും. അങ്ങനെയാണ് ഞാൻ യോഗയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പാൽപിറ്റേഷൻ പോലുള്ള ഒരു ഫീലിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൈ വിറയ്ക്കുന്നു, അങ്ങനെ വിറയ്ക്കുന്നു, പല പല കാര്യങ്ങൾ ഫീലിങ് നമ്മൾ ഇങ്ങനെ പോയി കണ്ട് അവസാനം ഒരു ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു. സുലേഖയിലുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ സിംറ്റംസ് അത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു മരുന്ന് ഇങ്ങോട്ട് വന്നു, ടെഗ്രറ്റോൾ എന്നാണ് മരുന്നിന്റെ പേര്. അത് യൂഷ്വലി അത് ജനറലി നല്ല അലർജിക്കാണ്. അതുകൊണ്ട് ടെഗ്രറ്റോൾ കഴിക്കുന്ന ആരെങ്കിലും എഴുതി തന്നാൽ എല്ലാവരും അത് കെയർഫുൾ ആയി കഴിക്കുക. ടെഗ്രറ്റോൾ അത് ഭയങ്കര, ചിലർക്ക് അത് ഭയങ്കര അലർജിക്കാണ്. അതായത് പുള്ളി തരുമ്പോ പറയുകയൊക്കെ ചെയ്തു, ഇത് 1-2 ദിവസം കഴിച്ചിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിക്കോണം എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചോണ്ടിരുന്നു. 7th പുള്ളി 7 ദിവസത്തേക്കും കണ്ട കഴിച്ചത്. ഞാൻ ഈ എല്ലാ ദിവസവും മൊത്തം കഴിച്ച് 7th ഡേയോ 8th ഡേയോ ആയപ്പോഴത്തേക്ക് ഭയങ്കര ദേഹത്ത് മുഴുവൻ ഇങ്ങനെ കറുത്ത് ദേഹത്ത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുണ്ടൊക്കെ ഇങ്ങനെ അടുത്ത് പോകാൻ തോന്നത്തില്ല. നമ്മളൊരു ഭീകര സത്വമൊക്കെ നമുക്കിങ്ങനെ കണ്ട അറപ്പ് വരത്തില്ലേ, ആ ഒരു രൂപം മുഴുവൻ കറുത്ത് മുഴുവൻ കറുത്ത. എന്നിട്ട് അവസാനം തൊണ്ടയുടെ അവിടെ എനിക്ക് ഇറക്കാൻ വയ്യ, ഒന്നും വയ്യ, കംപ്ലീറ്റ് ലിക്വിഡായിട്ടേ അകത്തോട്ട് പോവുള്ളൂ. അങ്ങനെ രാജേട്ടന്റെ അടുത്തൊക്കെ ചോദിച്ചു. പുള്ളിക്ക് അങ്ങനെ അങ്ങോട്ട് അത് ഒരു ഗസ് വർക്ക് ഉണ്ടായിരുന്നിരിക്കുക. എന്നാലും ഞങ്ങള് പിന്നെ വേറൊരു ഫിസിഷ്യന് രാജേട്ടൻ തന്നെ വന്ന് കൊണ്ടുപോയി അവിടെ ഷാർജയിലെ അൽറീം സെന്ററിൽ റോളയിൽ പോയിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഒറ്റയടിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ട് പറഞ്ഞ ഇത് റിയാക്ഷൻ, സ്റ്റീവൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ സംഭവമാണ്. അപ്പം പുള്ളിയുടെ റിയാക്ഷൻ എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് പേടി ഇരട്ടിയായി. കാരണം ജീവിതത്തില് 2 പേഷ്യൻസിനെ ആ സ്റ്റീവൻ ജോൺസൺ വന്ന് ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരാള് വടിയായി അതിനകത്ത്. അങ്ങനെ പുള്ളി അതുകൊണ്ട് പുള്ളി പിന്നെ ഒരു സ്റ്റിറോയിഡ് ഒക്കെ തന്ന് പിന്നെ ഡെയിലി വന്ന് കാണണം, ഒരാഴ്ച ഇങ്ങനെ ഡെയിലി പുള്ളി വന്ന് കാണണമെന്നും പറഞ്ഞു. സ്റ്റിറോയിഡ് തന്നു. അപ്പൊ തന്നെ സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്തു, ഡെയിലി വരണം. ഡെയിലി വന്ന് പിന്നെ അതങ്ങനെ ഒരാഴ്ചയോളം ലീവ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിൽ ഞാൻ പോയി. ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഈ സമയത്ത് നന്ദു മുരളിയുടെ അടുത്തോട്ടൊന്നും വരത്തില്ല. കാരണം കാണുമ്പോഴത്തേക്കും നമുക്ക് കാട്ടാളന്മാരൊക്കെ ഇരിക്കത്തില്ല, ഫുഡൊക്കെ ഇങ്ങനെ വെള്ളമായിട്ടാ, കട്ടി ഫുഡൊന്നും ഇറക്കാൻ വയ്യ. പക്ഷെ ആ സമയത്തൊക്കെ ഭാര്യ എനിക്കിങ്ങനെ കോരി പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ അരച്ചു കൊടുക്കും, ഒഴിച്ചൊക്കെ തരുമായിരുന്നു കേട്ടോ. പിന്നീടായിരുന്നെങ്കിൽ പൊടോന്ന് പറഞ്ഞാണ് എല്ലാം അരച്ചു കൊടുക്കും. ഈ കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും പോകണ്ട, അതുകൊണ്ട് എല്ലാ ഫുഡും അരച്ച് ലിക്വിഡ് ആക്കി ഇങ്ങനെ കൊടുക്കും. അരച്ചരച്ച് അങ്ങനെ അതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത് കഴിഞ്ഞ് ഓഫീസിലൊക്കെ പോകുമ്പോ ആൾക്കാര് ഒരുമാതിരി ഈ നമ്മളെ പേടിച്ച് കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോലം കണ്ടു കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു. നമുക്കും ഭയങ്കര ടെൻഷൻ. ഡോക്ടർ പറയുന്ന പുള്ളി ആകെ 2 അല്ല ഒരാൾ വടിയെന്നൊക്കെ പറയുമ്പോ നമുക്ക് പേടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു അലർജിക് റിയാക്ഷൻ ആണിത്, സ്റ്റീവൻ ജോൺസൺ എന്ന് പറയുന്നത്. അതിന്റെ ഒരു നല്ല രീതിയിലാണ് അത് വന്നത്. പിന്നെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ റിക്കവർ ചെയ്ത് വലിയ വലിയ പ്രശ്നങ്ങളാ വരുന്നതൊക്കെ. ഞങ്ങള് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും വലിയ പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വരുമ്പോ ഞങ്ങളുടെ ഏജ് എന്ന് പറയുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് അത്രയും ഒരു മെച്യൂരിറ്റി ആയിട്ടില്ല. അതാണ് ആ സമയത്ത് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ എത്രാമത്തെ വയസ്സിലാ? അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ സ്റ്റീവൻ ജോൺസൺ കടന്ന് ട്രെയിൻ മുമ്പിലോട്ട് പോകുമ്പോൾ അടുത്തത് എന്താണ്, നമ്മളുടെ മഹത്തായ ഞാനും നന്ദുവും കൂടെ എന്താ പറയാ ഗിരിയും രശ്മിയും കൂടെ ഗിരിയും ഭദ്രയും കൂടെ എയർപോർട്ടില് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സാറ്റർഡേ ഈവനിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സാറ്റർഡേ ഈവനിങ് അവരെ പിക്ക് ചെയ്യാനെന്നുള്ള രീതിയിൽ ഞാനും നന്ദും കൂടെ ഒരു 3-3:30, എനിക്കിപ്പോഴാ ടൈം ഓർമ്മയുണ്ട്, ഡേ കറക്റ്റായിട്ട് ഓർമ്മയില്ല, 3-3:30 മണിയായപ്പോഴത്തേക്ക് ഞാനും നന്ദും കൂടി ഇങ്ങനെ എയർപോർട്ട് റോഡിൽ കൂടി ഇങ്ങനെ വണ്ടിയിൽ ഹൈൻഡായി ആക്സെന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അത് 2011 തന്നെ, 10-ൽ
പുതിയ വണ്ടിയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോയി ഞങ്ങള് ഇവർ രണ്ടുപേരും ഉള്ളു, ഞാനില്ല, നന്ദു ബാക്കില് പുള്ളിയുടെ ഫ്രണ്ടില്. ഷാർജന്ന് അജ്മാനിലോട്ട് പോകുന്ന വഴിക്ക് ആ വലിയ റൗണ്ട് അബൌട്ട് ഉണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നിറച്ചുള്ള റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ സിഗ്നലില് കൊണ്ടുപോയി പാർക്ക് ചെയ്തതും പുറകില് ഞാനിങ്ങനെ റയർ വ്യൂ മിററിൽ കാണുവാണ് ഒരു പഴയ ഒരു നിസാൻ പെട്രോൾ വണ്ടി ഫുൾ സ്പീഡിലാ, ഒരു ബ്രേക്കൊന്നും ചവിട്ടുന്നേ ഇല്ല. ഞാൻ വന്ന് ഇടിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യാം, പടോ എന്ന് പറഞ്ഞ പുറകില്. അതായത് ഞങ്ങൾ നിർത്തിയിരിക്കുവാണ്, നന്ദു ബാക്ക് സീറ്റിലാണ് കേട്ടോ. ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുവാണ്, നന്ദു ബാക്ക് സീറ്റിൽ ബെൽറ്റ് ഒന്നും ഇടാതെ ഇരിക്കുവാണ്, സെൻറ്ററിൽ തന്നെ ഉണ്ട്. അതിന് ഒറ്റയടിക്ക് ആ വണ്ടി വന്ന് ഇടിച്ച ഇമ്പാക്റ്റിൽ ഈ വണ്ടി നിർത്തിയിരുന്ന വണ്ടി എയറിലിങ്ങനെ എയർബോൺ ആയിട്ട് പോയിട്ട് നടുക്ക എന്താ പറയുക റൗണ്ട് അബൌട്ടിൻ്റെ നടുക്ക് വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ വേറൊന്നും ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പെട്ടെന്ന് വേറൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. നന്ദു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ആ വണ്ടിക്കകത്ത്. പിന്നെ നന്ദുവിനെ അതിൻ്റെ ഇടയ്ക്ക് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ വണ്ടി എന്താ ഇടിച്ചതെന്ന് എനിക്ക് അപ്പോഴും ഒരു ഐഡിയ ഇല്ല. പെട്ടെന്നൊരു പോലീസ് വണ്ടി ഈ മറ്റേ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വന്നിട്ട് മൂവ് ദ വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞു. വെഹിക്കിൾ മൂവ് ചെയ്യുന്ന പോയിട്ട് ആ വണ്ടി അനക്കാൻ പോലും പറ്റില്ല, അതിൻ്റെ ബാക്ക് കംപ്ലീറ്റ് പൊളിഞ്ഞങ്ങ് പോയി. പിന്നെ തൂക്കിയെടുത്ത് നന്ദുവിനെ എന്താ പറയുക പെട്ടെന്ന് അവർ തന്നെ ആംബുലൻസിനെ വിളിച്ച് അവർ കൊണ്ടുവന്നിട്ട് എന്താ പറയുക പോലീസുകാർ തന്നെ അവൻ്റെ തൊട്ടടുത്തായിരുന്നു, കാസിമി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തൊട്ടടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഭാര്യയെ വിളിച്ചു. ഭാര്യ സൈലന്റ് ആവുമ്പോഴേ ഞാൻ മിണ്ടാതിരുന്ന മുരളിയുടെ ടെൻഷൻ അപ്പൊ എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ സംഭവം വണ്ടി ഇടിച്ച് ഒരാൾ നിരപ്പാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദ്യം നന്ദുവിന് എന്തെങ്കിലും പറ്റും? മുരളിയേട്ടാ കള്ളം പറയരുത്, നന്ദുവിന് എന്തെങ്കിലും പറ്റും? ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങളിത് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങോട്ട് പിന്നെ കാസിമി ഹോസ്പിറ്റലിലെ നമ്പർ കൊടുത്തു, ടാക്സിയൊക്കെ പിടിച്ച് വന്ന്. അപ്പൊ ഇത് വണ്ടി ഓടിച്ചതാരാ? ഒരു ലോക്കൽ ലേഡിയാട്ടോ, നിസാൻ പെട്രോൾ. അവര് ആരിടത്തോ വഴക്കിട്ട് ഫോണ് ഈ വണ്ടി മുമ്പില് ബ്രേക്ക് ഔട്ട് നിർത്തിയിരിക്കുന്നൊന്നും അവർ കണ്ടൊന്നുമില്ല. ഫുൾ സ്പീഡിൽ വന്നിട്ട് ഫുൾ ഇമ്പാക്റ്റ് ആയിരുന്നു. അതൊരു പഴയ വണ്ടിയും ഇത് പുതിയ ന്യൂജൻ വണ്ടിയായിരുന്നു അത്. എന്നിട്ട് പിന്നെ അവര് ഹോസ്പിറ്റലിൽ വന്നിട്ട് സോറി പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവരുടെ ലൈസൻസ് ഇല്ല. ടാക്സി പിടിച്ച് ചെന്ന് അവിടുത്തെ അതാണ് കാസിമി ഹോസ്പിറ്റലിലെ ഡോക്ടർ. അതിലും രസകരമായ ഒരു ഇപ്പൊ ഈ കാണുന്ന ആരെങ്കിലും കാസിമി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ കൂളായിട്ട് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമല്ലേ, ഇവര് ആംബുലൻസിലൊക്കെ അവിടെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ അറബി ഡോക്ടർ കേട്ടോ, ലോക്കലല്ല, ഏതോ ഈജിപ്ഷ്യനോ സിറിയനോ. വാട്ട് ഹാപ്പൻഡ്? ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ്. ക്യാൻ ഷീ വാക്ക് എന്ന് പറഞ്ഞ് നന്ദുവിനെ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുകയൊക്കെ ചെയ്തു. നടത്തിച്ചു കഴിഞ്ഞ് നോ പ്രോബ്ലം, ഷീ ക്യാൻ വാക്ക്, നത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ക്ലിയർ സർട്ടിഫിക്കറ്റ് എഴുതി. ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണും. ഒരാൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്താണെന്ന് പോലും ഒന്ന് എക്സാമിൻ പോലും ചെയ്യാതെ അതങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കയ്യിലാണെങ്കിൽ ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, വണ്ടിക്ക് ഒന്നുമില്ല, ലോക്കൽ ലേഡിയാണ്, ലോക്കൽ ലേഡിയും കൂടെയാണ്. ഒയ്യോ, അത് കഴിഞ്ഞ് വണ്ടി പോയത് വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും പറ്റിയില്ല എന്നുള്ളത്. പിന്നെ ഞങ്ങള് നന്ദുവിനെയും കൊണ്ട് എന്ത് ചെയ്തു, സുലേഖയിലോട്ട് പോയി. സുലേഖ ഡോക്ടർ കമത്തിനെ തന്നെ കാണിച്ചു. പിന്നെ പുള്ളി ഏതാണ്ട് പുള്ളി പറഞ്ഞു ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ, നമുക്ക് അകത്തൊക്കെ ഒന്ന് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് അതൊന്ന് നോക്കാം, ഒരു ദിവസം ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കട്ടെ പറഞ്ഞിട്ട് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് ബാക്കി സ്കാനുകളൊക്കെ ഒന്ന് ചെയ്യാം. പക്ഷെ വേറെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, പുറത്ത് മുറിവുകളൊന്നും ഇല്ലെങ്കിലും ആക്സിഡന്റ് നല്ല വലിയൊരു ആക്സിഡന്റ് അല്ലേ, നോക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു നന്ദുവിനെ. ഞാനപ്പോ ഹോസ്പിറ്റലായിരുന്നു. മുരളിയേട്ടൻ പിന്നെ വണ്ടിയുടെ കാര്യത്തിനൊക്കെ പോയിട്ട് പിന്നെ വൈകിട്ടൊക്കെ വന്നത്. വൈകിട്ട് വന്നെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് പോലീസുകാർ ഈ ലോക്കൽ ലേഡിയും കൂടെ ആയതുകൊണ്ട്
അവര് മാക്സിമം കേസ് കൊടുക്കരുത്, അങ്ങനെ കൊടുക്കരുത്, ഈ വണ്ടിക്ക് എത്ര വില വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. കാര്യം അവരുടെ കയ്യിൽ ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. അതിന്റെ ഒരു 2 മാസം ഭയങ്കര ബഹളായിരുന്നു. നമ്മളെ വിളിച്ച് ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് മെയിലിംഗ് അല്ല, ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയാം. പോലീസല്ല കേട്ടോ, ഈ ലേഡിയുടെ ആൾക്കാര്. ഇടയ്ക്കൊന്ന് ബാറ്ററി പോയതാ, ഓഫ് ആയതാ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്ന, അപ്പൊ ഈ ത്രട്ടണിങ്ങും ബഹളവും, അവസാനം കേസ് കൊടുത്ത് കോർട്ടിൽ ഒരു 4-5 പ്രാവശ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് എന്നെയൊന്നും അകത്തേക്കൊന്നും കോർട്ടിലകത്തേക്കൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. എന്തൊക്കെയോ അവിടെ അകത്തിങ്ങനെ ഓരോ ഹിയറിങ്ങിന് അവർ വരുന്നില്ല. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല ആ ത്രട്ടണിങ്ങിന് ശേഷം. ത്രട്ടണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവരുടെ ഒരു എന്തെന്ന് ബംഗാളി ആരെയൊക്കെയോ കൊണ്ട് അവര് വിളിപ്പിക്കുക, അങ്കിളാ മറ്റേതാ മറിച്ചതാണ്, ചെത്തിക്കളയും, മറ്റേത് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാടും. പിന്നെ അവസാനം എന്ത് സാധനമായാലും അവസാനം വണ്ടി റൈറ്റ് ഓഫ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് റിപ്പയർ എന്നുള്ള രീതിയിലായതുകൊണ്ട്, വണ്ടി റൈറ്റ് ഓഫ് ആയതുകൊണ്ട് ഇൻഷുറൻസ് എമൗണ്ട് വാട്ട് എവർ ആപ്ലിക്കബിൾ ആയിരുന്നത് ആ സമയത്ത് കേസ് അവസാനം ഒരു 2 മാസം 2-2.5 മാസം കഴിഞ്ഞിട്ട് അതൊന്ന് റെഡിയായി വന്നത്. അവസാനം കോർട്ടിൽ നിന്ന് പേപ്പറൊക്കെ മേടിച്ച് ഇൻഷുറൻസിന് കൊണ്ടേ കൊടുത്ത് അങ്ങനെ വണ്ടിയുടെ സംഭവം സെറ്റിലായി. അങ്ങനെ കേസ് കൊടുത്ത് നമ്മള് കേസ് ജയിച്ചു അല്ലേ? കേസ് ജയിച്ച് പൈസ കിട്ടി, വണ്ടിയുടെ പൈസ കിട്ടി. അങ്ങനെ പുതിയ വണ്ടി അങ്ങനെയായി, പുതിയ വണ്ടി സ്വാഹ. അത് കഴിഞ്ഞ പക്ഷെ വണ്ടി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് എന്താ പറയുന്ന, ആ സമയത്ത് എറ്റിസലാത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിപ്പിനോ ഒരു പുള്ളി കാനഡയ്ക്ക് പോവായിരുന്നു. അപ്പോൾ ഒരു പുള്ളിയുടെ കയ്യിലൊരു ഹോണ്ട സിവിക് ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അത് പോയി കണ്ട് അതങ്ങ് സെറ്റിൽ ചെയ്തു. അങ്ങനെ 2011 ആ വണ്ടി മേടിച്ചോണ്ട് വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനതിങ്ങനെ വണ്ടി കൊണ്ടുവന്ന് താഴെ നിൽക്കുമ്പോഴത്തേക്ക് നന്ദുവും ചിക്കൂസും കൂടെ താഴെ ഫ്ലാറ്റിന്റെ താഴെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു റൗണ്ടൊക്കെ അതിൽ അന്ന് തന്നെ എടുത്തായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് അതങ്ങനെ 2011 ആ സംഭവം അങ്ങനെ പോയി അല്ലേ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഡെസേർട്ട് സഫാരി, യാത്രകളൊന്നും മുടങ്ങുന്നില്ല, ഇതിനിടയ്ക്ക് ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഡെസേർട്ട് സഫാരി ഞങ്ങളിങ്ങനെ എന്താ പറയാ 2003 ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് 2 പേർക്കും അതിന് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ നന്ദു കൊച്ചാകുമ്പോ നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ലല്ലോ, കുറച്ച് വലുതായി കഴിഞ്ഞാൽ പോകുന്നത്. ഡെസേർട്ട് സഫാരിയിൽ അങ്ങനെ പോയി വിസ്മീകരിച്ചേട്ടനായിട്ട് തന്നെ പോയത്. അവരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ദിവസം അതിനൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് 2011 ലാസ്റ്റ് അവർ ആയപ്പോ മനോജും ജയശ്രീ അവരെല്ലാം കൂടെ എന്നിട്ട് നന്ദുവും ഞാനും കൂടെ അവരുടെ കൂടെ മറ്റേ ഐസ്റിങ് വന്നിരുന്ന ആ സമയത്ത് അമ്മ പിന്നീടാ വന്നത്. ഇവര് വന്നു പോയതിനു ശേഷം ഇവരുണ്ടായിരുന്നപ്പോ അമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ വെളിയിൽ ഇറങ്ങി, ഞാൻ കേറാൻ അതുകൊണ്ടാ. ഓക്കെ അമ്മയ്ക്ക് ഐസ്റിങ്കിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയാ അമ്മ ഇവര് എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഞങ്ങള് പിന്നെ ആ സമയത്തായിരുന്നു ബുർജ് ഖലീഫ, അമ്മയും കൊണ്ട് ബുർജ് ഖലീഫയിൽ. അപ്പോഴാണ് നമ്മൾ ഖലീഫയില് ആദ്യമായിട്ട് ബുർജ് ഖലീഫ. ഇപ്പോഴും അത് തന്നെയല്ലേ ടോളസ്റ്റ്? അപ്പൊ ഏതായാലും അതായിരുന്നു വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിങ്. അപ്പൊ അമ്മയും കൊണ്ട് അമ്മയെ കയറ്റണമല്ലോ. അപ്പൊ അന്നാ ഞങ്ങളും ആദ്യമായിട്ട് കേറുന്നേ, കാരണം അതിന് എത്രയോ ഇതെങ്ങാണ്ടുണ്ട് കേറാനായിട്ട്. അപ്പൊ അങ്ങനെ എന്താ പറയുക, ഞങ്ങള് എല്ലാ വർഷവും ഞങ്ങള് ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പരിപാടി. രാത്രി 12 മണിയാകുമ്പോ ഞങ്ങൾ ന്യൂ ഇയർ കേക്ക് എല്ലാ വർഷവും കട്ട് ചെയ്യും കേട്ടോ. എല്ലാ വർഷവും കട്ട് ചെയ്യുമായിരുന്നു. അത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലേ. അത് എല്ലാ വർഷവും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഇല്ലായിരുന്നു. പിന്നെ നന്ദു കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ പരിപാടി. നന്ദുവിന് ഈ കേക്ക് കട്ടിങ് ഒക്കെ ഭയങ്കര പ്രിയ. അപ്പം നന്ദുവിന് കുറച്ചൊരു ബോധം വന്ന് തുടങ്ങിയപ്പോ തൊട്ട് നന്ദുവിന്റെ ആഗ്രഹപ്രകാരം തുടങ്ങിയതാണ് ന്യൂ ഇയർ. 12 മണിയാകുമ്പോ ഒരു കേക്ക് കട്ടിങ് ഉണ്ട് രാത്രിയില്. ആ പരിപാടി തുടങ്ങി. അങ്ങനെ നമുക്കപ്പം ഞങ്ങളുടെ 2007 ഒക്ടോബർ ടു 2011 ഡിസംബർ ഇത് നിർത്താം. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഒത്തിരി ഒരുപാട് ലോങ് ആയി പോകുന്നു. അപ്പൊ 2012 മുതലുള്ളത് നമുക്ക്
അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ലാൽ സലാം. അപ്പം വീണ്ടും എല്ലാവരോടും ഒത്തിരി താങ്ക് യു. ഇത്രയും നേരം സഹിച്ചിരുന്ന് കാണുന്നതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. സഹിച്ചെന്നല്ല, നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയറിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇതിനു മുമ്പുള്ള ഒരു റെസ്പോൺസ് വെച്ചിട്ടാണ് ഞങ്ങളിത് തുടരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് വീണ്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഫോർവേഡ് ചെയ്യാതെ കാണും, എന്നല്ലേ നമുക്ക് മിസ്സായി പോകത്തില്ല. കാരണം ചിലവരുടെ കമൻസ് കാണുമ്പോൾ എനിക്കറിയാം അത് ഫോർവേഡ് ചെയ്താൽ കണ്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെനിവേ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടമാണ്. എന്നാലും റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാര്യം നമുക്ക് മാക്സിമം രസകരമാക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള മാതിരി ഇഷ്ടമുള്ള മാതിരിയല്ല, നിങ്ങൾ കാണണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.